ഹോളിയുടെ ഉത്സവ ആഘോഷം പോലെ എമ്പുരാനെ വരവേൽക്കാനുള്ള ഉത്സവത്തിൻ്റെ ഒരു ആഘോഷമുണ്ടായിരുന്നു ഇവിടെ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാന തിയേറ്ററുകളെല്ലാം ആന്റണി പെരുമ്പാവൂർ ബുക്ക് ചെയ്തു. മാർച്ച് 27. അത് വളരെ വ്യക്തമാണെന്ന് ആലോചിക്കണം. അങ്ങനെ മാർച്ച് 27 എമ്പുരാൻ, ഇവരുടെ പ്രസ്റ്റേജ് ചിത്രം എമ്പുരാൻ വരുന്നു എന്നുള്ളൊരു പബ്ലിസിറ്റി മാത്രമായിരുന്നു. അതിനുവേണ്ടി ഈ സിനിമയിൽ അഭിനയിച്ച ഭൂരിഭാഗം പേരെക്കുറിച്ചും അവർ വീഡിയോ ഇട്ട് നടിക്കണം. അങ്ങനെ വലിയ പബ്ലിസിറ്റി വന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ സിനിമയ്ക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പ്രധാന പങ്കാളികളിൽ ഒരാളെ ലൈംഗികമായിട്ടാണ് പ്രശ്നം. ഇതേക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോയും ചെയ്തിരുന്നു. 27 എമ്പുരാൻ റിലീസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ആ ഗ്യാപ്പിൽ മോഹൻലാൽ അഭിനയിച്ച തുടരും റിലീസ് ചെയ്യും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പലരും പരിഹസിച്ചു അത് ശരിയല്ല എന്നുള്ളത്. ഞങ്ങൾ അന്ന് പറഞ്ഞു ശരിയാണ് എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ലൈംഗികമായിട്ടുള്ള പ്രശ്നം വെച്ചാൽ 80 കോടി മുടക്കിയ ലൈക്കിക്ക് 90 കോടിയോളം കിട്ടത്തക്ക ബിസിനസ്സാണ് അവരാവശ്യപ്പെട്ടതെന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരാഴ്ച ഈ പടം മാറ്റിവെക്കേണ്ടി റിലീസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതേ സമയത്ത് എല്ലാ സ്ഥലത്തും തിയേറ്റർ ബുക്ക് ചെയ്തപ്പോൾ ആന്റണിയുടെ മാസ്റ്റർ ബ്രെയിനാണ് ഇതിന് പ്രവർത്തിച്ചത്. അത് 27 തന്നെ റിലീസ് ചെയ്യാനുള്ള വാശിയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂസിഫർ നൽകിയ ഒരു ഹരമുണ്ടെന്ന് ആലോചിക്കണം ഇല്ലേ? നമ്മൾ നല്ല കിക്കായി ലൂസിഫറൊക്കെ കണ്ട് കിക്കായിരിക്കുമ്പോഴാണ് അതിനേക്കാൾ കിക്ക് തരാവും ഞങ്ങൾ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എമ്പുരാൻ പ്രഖ്യാപിച്ചെന്ന് ആലോചിക്കണം. വെറുതെ പറഞ്ഞാൽ പോരല്ലോ, അനുസരിക്കണ്ടേ? അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. പിന്നെ നോക്കിയില്ല. ഇപ്പോൾ ഈ പൃഥ്വിരാജിനോ മോഹൻലാലിനോ ആന്റണി പെരുമ്പാവൂരിനോ അറിയാം ഇത് എത്ര സ്ഥലങ്ങൾ എത്ര രാജ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നു അവർക്ക് പോലും അറിയില്ല. അത്രയും ലൊക്കേഷൻസ്, അത്രയും കഥാപാത്രങ്ങൾ ഈ സിനിമയെ പൊലിപ്പിക്കാൻ വേണ്ടി, ലൂസിഫറിൻ്റെ ഇരട്ടി ഇമേജിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, തീവ്ര ശ്രമം എന്നാലോചിക്കണം. അതൊരു ഒന്നൊന്നര കളിയായിരുന്നു. മലയാള സിനിമയ്ക്ക് എക്കാലം അഭിമാനിക്കാവുന്നൊരു സിനിമയാണ്, ഒരു കമേഴ്ഷ്യൽ സിനിമയാണ്, ഒരു ആക്ഷൻ മൂവിയാണ് എമ്പുരാനിലൂടെ ആശീർവാദ് കൊണ്ടുവരുന്നത്. അവരോടൊപ്പം മുഖ്യ പങ്കാളികളായി ലൈക്കയെ നിങ്ങൾക്കറിയാമല്ലോ. ലൈക്ക ഒരു വലിയൊരു കമ്പനിയാണ്. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് അവർ കമലഹാസൻ്റെ വമ്പൻ സിനിമ ചെയ്തു, രജനികാന്തിൻ്റെ വമ്പൻ സിനിമ ചെയ്തു, അജിത്തിൻ്റെ വമ്പൻ സിനിമ ചെയ്തു. ഇതൊക്കെ വലിയ വമ്പൻ സിനിമകളായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ 8 നിലയിൽ പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്നൊരവസരമാണെന്ന് ആലോചിക്കും ലൈക്കയ്ക്ക്. അങ്ങനെയുള്ള ലൈക്കയാണ് 80 കോടിയോളം രൂപ ഈ ആശീർവാദിൻ്റെ ഈ പുതിയ എമ്പുരാൻ വേണ്ടി മുടക്കിയതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം 80 കോടി മുടക്കുമ്പോൾ അവർ പലിശവും പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ ഒരു ബിസിനസ്സാണ് ഇവർ തമ്മിൽ ഡീല് ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുന്നു. എല്ലാം നടന്നു, സ്മൂത്തായി നടന്നു. കഠിനാധ്വാനം, അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സഹിച്ചത് ആന്റണിയുടെ പ്രൊഡ്യൂസറുടെ ഉള്ളോട് സഹിക്കണം. പൃഥ്വിരാജ് ഒരു പ്രമുഖ നടൻ കൂടിയായിട്ടുള്ള പൃഥ്വിരാജ് വേണ്ടി തീവ്രമായ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ട് ഈ സിനിമ 27 തന്നെ തിയേറ്ററിൽ എത്തിക്കാനുള്ള തീരുമാനം വന്നു ആലോചിക്കണം. അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചു. ഞങ്ങളൊരു ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ആ ഡേറ്റിന് തന്നെ സിനിമ റിലീസ് ചെയ്യും. ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ പല സ്ഥലങ്ങളിലും ഈ ഷൂട്ടിംഗ് മാറ്റിവെക്കേണ്ടി വന്ന അവസരമുണ്ടായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കേരളത്തിൽ തന്നെ ഈ സിനിമയ്ക്ക് ചില കാലാവസ്ഥ കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് മാറ്റിവെക്കേണ്ടതുണ്ട്. അങ്ങനെയെല്ലാം മാറ്റിവെക്കുമ്പോൾ ഇവർ പറഞ്ഞ പോലെ മാർച്ച് 27 തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ശങ്ക ഞങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ശങ്ക ഉണ്ടായില്ല. ആന്റണി ഈ എല്ലാ തിയേറ്ററുകളിലും ഞങ്ങൾ അന്വേഷിച്ചു, അവിടെ 27 ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത്രയും ഉറപ്പുള്ള ആ സിനിമയാണ്. ഒരു സുപ്രഭാതത്തിൽ, അതായത് വേണമെങ്കിൽ നമുക്ക് പറയാം, പൃഥ്വിരാജ് ഒരു തെലുങ്ക് സിനിമയിൽ, വലിയ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയത് മുതലാണ് ഈ സിനിമയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് മുങ്ങിയതാണോ എന്ന് പറയുക കൂടി ചെയ്തു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്?
സംഭവിച്ചു വേറൊന്നുമില്ല. പണം മുടക്കിയ പറഞ്ഞില്ല 80 കോടി രൂപ മുടക്കിയ ലൈക്ക ചില പിടിമുറുക്കാൻ തുടങ്ങി എന്ന് ആലോചിക്കണം. കാരണം അവർ ഒരു ഭാഗമാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കച്ചവടമാണത്. ഇതിൽ സിനിമയുടെ വേറെ പ്രശ്നമല്ല. അവർക്ക് അവർ മുടക്കിയ സിനിമയും പലിശയും അടക്കമുള്ള ഒരു 10 കോടി കൂടി കിട്ടിയാൽ അവർ ഹാപ്പി. അവരുടെ കാര്യം മാത്രമാണ് അവരാലോചിച്ചത്. അതിനുവേണ്ടി ബിസിനസ്സിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനുമുണ്ട്. അവിടെ വരുമ്പോഴാണല്ലോ പലതും മാറി മറിയുന്നത്. ഇത് 5 ഭാഷകളിലാണത് റിലീസ് ചെയ്യുന്ന ആലോചിക്കണം. അപ്പോൾ ഇതിന് കച്ചവടം വന്നപ്പോൾ എപ്പോഴും ഒരു തുരുപ്പ് ചീട്ട് പോലെ കാണുന്ന OTT ബിസിനസ്സാണെന്ന് ആലോചിക്കണം. ഈ OTT ബിസിനസ് വരുമ്പോൾ സാധാരണ അത് ആർക്കായിരിക്കണം? എനിക്ക് മാത്രം മതി, കിട്ടിയാൽ മതിയോ? അവിടെ ലൈക്ക അങ്ങനൊരു തീരുമാനമെടുത്തു എന്നാണ് കേട്ടത്. അവർ പറഞ്ഞത് 90 കോടി രൂപ, അവർക്ക് അത് മാത്രം മതി തൽക്കാലം. അപ്പോൾ 80 കോടിക്ക് വരെ 90 രൂപ അവർക്ക് കിട്ടി. പക്ഷേ ആൻ്റണി പെരുമ്പാവൂർ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അതായത് ജോലിയെല്ലാം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ലാഭം അടക്കം ഒരാൾ മാത്രം കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാവും? അത് ശരിയാവില്ല. അങ്ങനെ തരണമെങ്കിൽ അപ്പോൾ അവരുടെ മുന്നിൽ വേറെ സോഴ്സില്ല. ഇവർ ചോദിച്ചാൽ ആ 90 കോടിയെ കൊടുക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ചില ഡാമേജുകൾ ഉണ്ടായിരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. ഒരു 70 കോടി രൂപ ആൻ്റണി പെരുമ്പാവൂർ OTTക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേശൽ നമ്മളല്ലേ ഇങ്ങനെ പേശും എന്നിത്ര ആ പേശുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 27 എന്നുള്ളൊരു ദിവസത്തിന് ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മളങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്യാപ്പിൽ തുടരും എന്നുള്ള മോഹൻലാലിൻ്റെ സിനിമ അതേ ദിവസം റിലീസ് ചെയ്യാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബിസിനസ്സിനെ ബാധിക്കുമെന്ന് ആലോചിക്കണം. ആൻ്റണി അവിടെയാണ് ഒരു കിങ് മേക്കറുടെ റോള് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈക്ക സന്തോഷിച്ചു, 90 കോടി രൂപ കിട്ടുമെന്ന് സന്തോഷത്തിലായിരുന്നു ലൈക്ക. പക്ഷെ ആൻ്റണി വെറുതെ ഇരുന്നില്ല. ആൻ്റണി വേറൊന്നും പറയാതെ തന്നെ 27-ാം തീയതി തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള സൂത്രപ്പണികൾ, തന്ത്രപ്പണികൾ, ആ ഒരു മാജിക്കൽ ടച്ച് പോലുള്ള സംഭവങ്ങളിലേക്ക് തിരിയുകയായിരുന്നു. ഇത്രയും കോടി രൂപ മുടക്കാൻ വേറെ ആരുണ്ട്? കേരളത്തിൽ അന്വേഷിച്ചു, മറ്റു സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ലിക്വിഡ് ക്യാഷ് ഒരാഴ്ച മുമ്പാണെന്ന് ആലോചിക്കണം. ഈ ഒരാഴ്ച മുമ്പ് ലിക്വിഡ് ക്യാഷ് ഇറക്കിക്കൊണ്ട് ഈ സിനിമയെ രക്ഷിക്കാൻ ഒരു രക്ഷകനായി ആരെ കണ്ടെത്താൻ കഴിയും? ആൻ്റണി ലാലായിട്ട് ആലോചിച്ചു, പൃഥ്വിരാജ് ആലോചിച്ചു, എല്ലാവരും ആലോചിച്ചു. അവർക്ക് അവരുടെ സോഴ്സുകളെല്ലാം ആലോചിച്ചു. അവസാനം ആൻ്റണിയുടെ ബുദ്ധിയിൽ തെളിഞ്ഞതാണ്, ഈ സിനിമയ്ക്ക് രക്ഷകനുണ്ടെങ്കിൽ അത് ഗോകുലം ഗോപാലൻ തന്നെയായിരിക്കും എന്ന് തീരുമാനിച്ചത്. അദ്ദേഹത്തെ കാണുന്നു, ബിസിനസ് സംസാരിക്കുന്നു. നിങ്ങളുടെ മാനം രക്ഷിക്കാമെന്ന പോലെ തന്നെ ഞാൻ ഈ സിനിമ 27-ാം തന്നെ റിലീസ് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു. വേറെ ആരും കിട്ടാനില്ല എന്നാലോചിക്കണം. അപ്പോൾ ഗോകുലം ഗോപാലനാണ് എമ്പുരാൻ സിനിമയുടെ യഥാർത്ഥ രക്ഷകൻ എന്നാലോചിക്കണം. പിന്നെ എല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു. നമ്മൾ കാണുന്ന ലൈക്ക് എല്ലാ ഏർപ്പാടുകളും അവരുടെ ഏർപ്പാടുകളെല്ലാം തീർക്കുന്നു. അവർ ഈ സിനിമയിലെ വെറും പേര് എഴുതി കാണിക്കുന്നു. ഈ സിനിമയ്ക്ക് വേറെ അവർക്ക് യാതൊരുവിധ ഒന്നുമില്ല. അവരുടെ ഏർപ്പാടുകളെല്ലാം തീർത്തത് ഗോകുലം ഗോപാലൻ എന്നാലോചിക്കണം. അങ്ങനെ ഗോകുലം ഗോപാലൻ ഈ സിനിമയുടെ രക്ഷകനായി വന്നുകൊണ്ട് എമ്പുരാൻ 27-ന് റിലീസ് ചെയ്യുന്ന ആലോചിക്കണം. ഈ സിനിമയുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ച കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. അവരൊക്കെ ഫ്ലാറ്റായി കിടക്കുക. ഞങ്ങൾ വിചാരിച്ചൊന്നും നടന്നില്ലല്ലോ. ഇപ്പോൾ ഒരേ ശബ്ദമാണത്. മലയാള സിനിമയുടെ കിങ് മേക്കറായി വന്നിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂരാണത്. മോഹൻലാലാണ്, പൃഥ്വിരാജാണ്. അവർക്ക് മീതെ ഒരു രക്ഷകനായി നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ നിൽക്കുന്നു. പിന്നൊരു കാര്യം കൂടി ഉണ്ട്. 20-ാം തീയതി അവർ ലൂസിഫർ വീണ്ടും റിലീസ് ചെയ്യുന്നു. 27 വരെ ആ ലൂസിഫറിൻ്റെ ആഹ്ലാദത്തിനിടയിൽ, ഉത്സവത്തിമർപ്പിണയിൽ 22-ാം തീയതി മുതൽ 2ാം ഭാഗം എമ്പുരാൻ വരുന്നു. എങ്ങനെയുണ്ട്?